ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കൂടി ചേരുകയാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി. അരുൺകുമാർ, ഇപ്പോൾ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നോക്കൂ, ഇത് മുഖ്യമന്ത്രിയും സർക്കാരും ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയ ഉറപ്പാണ്. പൊതുജനങ്ങളുടെ മുൻപാകെ ഒരു ആരോപണം ഉയരുന്നു, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ DGPക്ക് നിർദ്ദേശം നൽകുന്നു. ഇപ്പോൾ റിപ്പോർട്ട് മുന്നിൽ വന്ന മണിക്കൂറുകൾക്കകം നടപടി. എങ്ങനെയാണ് പ്രാഥമികമായി താങ്കൾ പ്രതികരിക്കുന്നത്? ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ നേരത്തെ തന്നെ ദൃശ്യമാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ അദ്ദേഹം സമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപിച്ചു, ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെങ്കിൽ അതിന് നിയമവും ചട്ടവും പാലിക്കണം. കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം, അതിന്റെ റിപ്പോർട്ട് വേണം. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടണം. ഇവിടെ ശക്തമായിട്ടുള്ള അന്വേഷണമാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിൽ ADGPയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ഒരു റഫറൻസ് ആ റിപ്പോർട്ടിന്മേൽ DGP തന്നെ രേഖപ്പെടുത്തി. ആ DGP അത് രേഖപ്പെടുത്തിയപ്പോൾ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി മൂന്നാമത്തെ തീരുമാനം ഇങ്ങനെയായിരുന്നു: ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം തന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് DGP നൽകുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള നടപടി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും തരത്തിലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണം വേണം. ഈ സംസ്ഥാനത്തെ നിയമവും ചട്ടങ്ങളും അനുസരിച്ചേ പാടുള്ളൂ. അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ വ്യക്തമാക്കിയതാണ്. ആ സമയത്തെല്ലാം പല രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ അജിത് കുമാറിനെ ഗവൺമെന്റ് സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് ദൃശ്യ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്, വലതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ അന്വേഷണം, അതിന്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള വസ്തുത, അതിന്റെ നിയമം, ചട്ടം ഇവയെല്ലാം പാലിച്ച് ഗവൺമെന്റ് നടപടിയെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രതിപക്ഷമെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉന്നയിച്ച ആരോപണം, എന്തുകൊണ്ട് നടപടിയെടുത്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോഴും അതിന്റെ വസ്തുത കൃത്യമായി നിരത്തിയിട്ടും വ്യാജ ചർച്ചകളും അതുപോലെ തന്നെ മറ്റു തരത്തിൽ ഉള്ള ആരോപണങ്ങളുമെല്ലാം ഉന്നയിച്ചവർക്കുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള മറുപടിയാണ് ഈ നടപടി. ഇതിന്റെ ഒരു വഴി ആ നിലയിൽ തന്നെ ഇനിയെങ്കിലും പ്രതിപക്ഷവും മാധ്യമങ്ങളും മനസ്സിലാക്കുമെന്ന് കരുതുന്നുണ്ടോ അരുൺ? ഇപ്പോൾ അരുൺ തന്നെ പറഞ്ഞതുപോലെ ആദ്യം DGP നൽകിയ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിലൊരു നടപടിയിലേക്ക് കടക്കാൻ മാത്രമുള്ള കണ്ടെത്തലുകളോ ശുപാർശകളോ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് രണ്ടാമതൊരു അന്വേഷണം കൂടി DGPയുടെ തന്നെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കാൻ അന്വേഷണത്തിന് മേൽ അന്വേഷണം വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളായിരുന്നു അന്ന് വന്നിരുന്നത്. അരുൺ, അത് ഓർമ്മയുണ്ടാകുമല്ലോ. അതെ, കൃത്യമായി. ഇവിടെ ഇപ്പോ DGP എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ, നമ്പർ 1 പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീം തന്നെയാണല്ലോ ഇത് പരിശോധിക്കും എല്ലാം ചെയ്തത്. ഇപ്പോ ADGP അന്വേഷണ റിപ്പോർട്ട് വന്ന് സമർപ്പിച്ചത് DGPക്കാണ്. DGP അത് കൃത്യമായി പരിശോധിച്ച് അദ്ദേഹത്തിന്റെ റഫറൻസ് അതിൽ എഴുതി. അപ്പൊ DGP റഫറൻസ് എഴുതുമ്പോഴും എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ റഫറൻസ് എഴുതാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് വിശദമാക്കേണ്ടതുണ്ട്. അപ്പൊ അത് മന്ത്രിസഭാ യോഗം ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇതെല്ലാം ഒരു തീരുമാനമായിട്ട് വരുമ്പോൾ ഇതെല്ലാം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. ഇപ്പോൾ ഒരു നടപടി എടുത്തു, നടപടിയുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ നേരെ ഹൈക്കോടതിയിൽ പോകുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോകുന്നു, സ്റ്റേ മേടിക്കുന്നു, ആ നടപടി അവിടെ നിൽക്കുന്നു. അത്തരത്തിൽ പോയിട്ട് കാര്യമില്ല. ഗവൺമെന്റ് നടപടി എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാവൂ. അതുകൊണ്ട് തന്നെയാണ് വിശദമായിട്ടുള്ള റിപ്പോർട്ട് തരാൻ DGPയോട് ആവശ്യപ്പെട്ടത്. DGP പിറ്റേ ദിവസം തന്നെ റിപ്പോർട്ട് കൊടുത്തു. വീണ്ടും ഉത്തരവാദിത്തപ്പെട്ടവർ, ഗവൺമെന്റ് സംവിധാനം അതിൽ പരിശോധിച്ചിട്ടാണ് ഇപ്പോ നടപടി എടുത്തിരിക്കുന്നത്. ഇത് പ്രതിപക്ഷത്തിനെല്ലാം ബോധ്യമുള്ളതാണ്. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നേരത്തെ ഭരണപക്ഷത്തിരുന്ന പാർട്ടി തന്നെയാണല്ലോ. അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കെല്ലാം ഗവൺമെന്റ് സംവിധാനത്തിന് ആൾക്കൂട്ടത്തിന്റെ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനും ഈ ഗവൺമെന്റ് ഏതെങ്കിലും ആളുകളെ സംരക്ഷിക്കുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുകയാണ്, അതുപോലെ മൊത്തത്തിലുള്ള പോലീസ് സേനയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും ആരോപണം ഉന്നയിക്കുകയും അതുപോലെ ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ മണിക്കൂറുകൾ മാറ്റിവെക്കുകയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും ഡിസ്കഷനും വേണ്ടിയിട്ട്. ഏതായാലും ഗവൺമെന്റ് സുതാര്യമായി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിരിക്കുന്നു. ഗവൺമെന്റിന് ഇതേ ചെയ്യാൻ കഴിയൂ. കൃത്യമായി നിയമപരമായിട്ട് മാത്രമേ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയൂ. അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.